ഭയന്ന് കൈലാസത്തിലേക്ക് പോയി. അന്ന് ശ്രീ മഹാദേവനും തടുക്കാൻ പറ്റില്ല. ആരാ കൊടുത്തത്? മാതാവാ കൊടുത്തിട്ട്. തൃക്കൈ കൊണ്ടൊരു പിടി പറഞ്ഞു കൊടുത്താലോ പതിപതി എന്നും ഗണപതി. അന്ന് കുക്ഷി കുറച്ചിട്ടുണ്ട്. പ്രകാരം നിങ്ങളുടെ ഭക്തി മതി ഇഷ്ടത്താൽ അഷ്ടഭോജ്യമായി കൊണ്ട് കൂട്ടിയിരിക്കുന്ന ഉണ്ണാഴി നവരസമായി ആവാൻ നിർമ്മിക്കട്ടെ. പള്ളിയും കോഴിയും കുന്തരിച്ചവർക്കും അവിടെ തയ്ക്കും തറവാട്ടുമേൽ ആക്കത്തിനുമേൽ ഫലത്തിനും അവിടെ കുന്തരിച്ചവർക്കും
കേട്ടോ. ഇന്ന് മത്സരം തകർന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ഇവരോട് വാദം കേട്ടോ. എങ്ങനെയാണ് ഉദിച്ചിരിക്കുന്ന നിശാകരന്മാരായിരിക്കുന്ന അർക്കചന്ദ്രന്മാർ ഒരു ഭാഗെ ഉദിച്ച് മറുഭാഗെ അസ്തമിച്ചു. പ്രകാരം പഞ്ചവർണ്ണ കിളിയായി ഞാൻ പാറി നടന്നു. കൂടാണ് ഞാൻ നേരമായി ഇപ്രകാരം ഞാൻ എന്താ വിശേഷിക്കണം നിങ്ങളോട്? ഒക്കെയും വരും മത്സരം അല്ലെ കൂടിക്കാണുന്നതിലടക്കം ഒരു അലസാരി വരുത്താതെ പരിപാലിച്ചിരിക്കണം. കൊണ്ട് നടക്കാറായിരിക്കട്ടെ കേട്ടോ. ആ ഭഗീരഥൻ ചെയ്ത പ്രയത്നം പോലെ ഭഗീരഥ പ്രയത്നം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? തന്റെ പിതൃക്കളുടെ സൽഗതിക്കായിക്കൊണ്ട് അല്ലെ സ്വർഗംകേര മോക്ഷത്തിലേക്ക് കൊണ്ടുവരണം, സ്വർഗംകേര ഭൂമിയിലേക്ക് കൊണ്ടുവരണം. ആരാണ്? അയോധ്യയിലെ രാജാവായിരിക്കുന്ന സകരൻ അല്ലെ. സകരൻ ദക്ഷ എങ്ങനെയാണ് അശ്വമേധമെന്ന യാഗം ചെയ്തു അല്ലെ. യാഗ അശ്വത്തെ അഴിച്ചുവിട്ടു. അതിനെ പിടിച്ചു കെട്ടണ്ടല്ലേ. പിടിച്ചു വിട്ടുവാൻ വേണ്ടി പുത്രന്മാരെ അയച്ചു. പാതാള ലോകത്ത് ചെന്നു. കുതിര എവിടെ ചെന്നത്? കപിലമുനിയുടെ ആശ്രമത്തിലായിരുന്നു. അന്ന് ആശ്രമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്ന മുനി ശപിച്ചിട്ടുണ്ട് അല്ലെ. നശിച്ച് വെണ്ണീറായി പോട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ സൽഗതി കിട്ടാണ്ടായി പോയിട്ടുണ്ട് അല്ലെ. അന്ന് മോക്ഷത്തിന് വേണ്ടി പൗത്രനായിരിക്കുന്ന ദിലീപിനും സാധിച്ചില്ല. ആർക്കാ സാധിച്ചിനി? ഭഗീരഥൻ. നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അല്ലേ. മൺമറഞ്ഞു പോയിരിക്കുന്ന ആൾത്തരങ്ങൾ ഇങ്ങനെ ഒക്കെയും അല്ലെ അറ്റുപോയി എന്നിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായ കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് സാധിച്ചില്ലേ അല്ലേ? അങ്ങനല്ലേ? എൻ്റെ വിശ്വകർമ്മ ദേവന്മാരുടെ സന്തതികളായിരിക്കുന്ന മനോമയൻ ദുഷ്ടൻ ശില്പി വിശ്വജ്ഞൻ എന്നിരിക്കുന്ന ദേവന്മാരുടെ അല്ലെ ദേവജന്മം തന്നെയാണ് നിങ്ങൾക്ക്. ബ്രഹ്മസണിവാനുള്ള ഭാഗ്യം നിങ്ങൾക്കില്ലേ അല്ലെ? അന്നെന്താ ചെയ്തത്? ഭഗീരഥൻ ഗംഗയുടെ ഉത്ഭവം എവിടെയാണ്? മഹാവിഷ്ണുവില്ല. അങ്ങനെ മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു. മഹാവിഷ്ണു അനുവാദം കൊടുത്തു. ഗംഗയെ തപസ് ചെയ്തു. ഗംഗ ഭൂമിയിലേക്ക് വരാൻ സമ്മതിച്ചിട്ടില്ലേ. ശേഷം അത് ഭൂമിയിൽ എത്തിക്കേണ്ട ആരാണ്? താങ്ങാനുള്ള ശക്തി വേണം. അതാരാണ്? മഹാദേവൻ അല്ലേ. ഗംഗാകാമുകനാണ്. ശിരസിൽ താങ്ങി അല്ലേ. ശേഷം അതിനെ ഭൂമിയിലെത്തിച്ചു. അതിന്റെ പ്രവാഹത്തെ എത്തിയത് എവിടെയാണ്? ജാനുമഹർഷിയുടെ ആശ്രമത്തിലാണ്. അന്ന് ആശ്രമത്തിന് ഭംഗം വന്ന മുനി ഭക്ഷിച്ചിട്ടുണ്ട്. അന്ന് മുനിയോട് വീണ്ടും തപസ് ചെയ്ത് അതിനെ ഭൂമിയിലേക്ക് എത്തിച്ചു. ഞാൻ ജാഹ്നവി എന്ന നാമധേയം വന്നിട്ടുണ്ട്. മോക്ഷത്തെ കൊടുത്തിട്ടുണ്ട്. പ്രകാരം നിങ്ങൾക്ക് സാധിച്ചുവല്ലോ ഇന്ന് അല്ലേ. ശേഷം വരുമ്പോൾ എന്നെ വിശ്വർമ്മവേ എവരോട് വന്നിട്ടോ എനിക്കൊരു അഭിമാനത്തെ തന്നിട്ടുണ്ട്. ശേഷം ഉപരിയായിട്ട് ഇങ്ങനെ കൂടിക്കാണുന്നതിലിടക്ക് അല്ലലും അലസാരിയും വരുത്താതെ ആരോഗ്യ സമ്പൽ സമൃദ്ധി ഞാൻ ഉണ്ടാക്കിയത്. ശേഷം അണിയിന്ന് പിരിയുന്ന വേളയിൽ നമശിവായ എന്ന പഞ്ചാക്ഷി മാത്രം ജീവിക്കാറായിരിക്കട്ടെ കേട്ടോ. എന്നാൽ നരകഭയം, മരണഭയം, യമഭയം, നാട്ടക്കഭയം എന്നിങ്ങനെ ഇരിക്കുന്ന ഭയത്തിൽ നിന്ന് മോചനം ഉണ്ടാക്കി തരും. എന്റെ ഭീതി കൂടാതെ വേണ്ട ഈ പ്രകാരം എപ്പോഴും പരിപാലിച്ചിരിക്കുന്നുണ്ട് കേട്ടോ.